ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. വേണ്ട കൃഷിയേട്ടാ, എന്തായാലും അച്ഛൻ പറഞ്ഞിട്ട് പാർട്ടിക്കാർ വന്നിട്ടുണ്ട്, അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാം. എന്നാ പിന്നെ ലേറ്റ് ആവണ്ടേ, പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ആ ശരി. ഡോക്ടർ, ഇതുവരെ ബോധം വീണില്ലല്ലോ. മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലെന്നേ, ധൈര്യമായിട്ടിരിക്ക. ആ റിപ്പോർട്ടിംഗ് തന്നെ. മാഡം, സിദ്ധാർത്ഥൻ സാർ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് സമയം കളയണ്ട, ഇവിടത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഇവർക്ക് ബോധം വീണിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ നിന്ന് വണ്ടി ഓടി എത്താൻ തന്നെ അരമണിക്കൂർ എടുക്കും. നല്ല ട്രാഫിക്കാ. മാഡം ഇപ്പം പുറപ്പെടുന്നതാ നല്ലത്. ദേവി. നമസ്കാരം മാഡം. മാഡം കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ആളിന്റെ കണ്ടീഷൻ എങ്ങനെയാ? ഓർമ്മ വന്നിട്ടില്ല സർ. ഡോക്ടർ, ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാ? ആള് ഓക്കെയാണ്. BP കുറവാ, ബോധം വീണിട്ടില്ല, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എന്തായാലും മാഡം പൊക്കോളൂ. മിനിസ്റ്റർ വിളിച്ചിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സത്യപ്രതിജ്ഞയ്ക്ക് ഇനി കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ. അല്ല, ഇവരുടെ കാര്യം. മാഡം ധൈര്യമായിട്ട് പോകും, ഞാനല്ലേ പറയുന്നത്. വണ്ടി തട്ടി ആളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇനി എന്തുണ്ടെങ്കിലും ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ സ്ഥല MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ആളല്ലേ, ധൈര്യമായിട്ട് പൊക്കോളൂ. ദേവി, നമുക്ക് പോവാം. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി നമുക്ക് ഇവിടെ കയറാമല്ലോ. അതെ, അങ്ങനെ ചെയ്താൽ മതി. എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി മാഡം. ശരി മാഡം. ശരി. ആ, ഞങ്ങൾ ഓടിച്ചല്ലേ. എന്തോ ശകുനപ്പഴ തന്നെയാ. അല്ലെങ്കിൽ പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന വഴിക്ക് തന്നെ അപകടം ഉണ്ടാകുമെന്ന് വെച്ചാ ഇനി സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഒന്ന് സമാധാനപ്പെടില്ലാതെ. വലിയ അത്യാഹിതമൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. സത്യപ്രതിജ്ഞയൊക്കെ നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും. എങ്ങനെ നടക്കുമെന്നാ? ദേവി നന്ദന ആശുപത്രി നിൽക്കാന്നല്ലേ അറിഞ്ഞത്. അതിനൊക്കെ എന്തെങ്കിലും സംവിധാനം അവരുണ്ടാക്കും. അമ്മേ, ദേ ചേച്ചിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങാറായി. ആണോ? വേഗം വാ. എന്റെ ഈശ്വര. അച്ഛാ, അമ്മേ വാ. ദേവിക നന്ദൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും വിശ്വസ്തതയും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുമെന്നും ഞാൻ ഏറ്റെടുത്ത നിയമസഭാ സാമാജിക എന്ന നിലയിലുള്ള കർത്തവ്യം വിശ്വസ്തയോടും മനസാക്ഷിയോടും കൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. രാമപുരം MLA ആയി ദേവിക നന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ മന്ദിരത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം പ്രതിപക്ഷത്തെ പ്രമുഖരും പങ്കെടുത്തു. വാസ്തവത്തിൽ കയ്യടിയും ബൊക്കയും കിട്ടേണ്ടത് മാഡത്തിനാണ്. ഇവിടെ ഓഫീസ് ജോലിക്കായി വന്ന ഒരു സാധാ പെണ്ണിനെ നിയമസഭയിൽ എത്തിച്ചത് മാഡമായിട്ടില്ലേ? അതെന്റെ ഔദാര്യമൊന്നുമല്ല CP, അവൾ അർഹിച്ചതാ. ശത്രുവിനെ തകർക്കാനുള്ള ഒരു ആയുധമായിട്ടാ അവളെ ഞാൻ ആദ്യം കണ്ടത്. പക്ഷെ എന്റെ ഋഷിയെ, എന്റെ പഴയ ഋഷിയെ തിരിച്ചു വന്നപ്പോ അവളോട് എനിക്ക് വാത്സല്യം തോന്നിത്തുടങ്ങി. അങ്ങനെയാ അവളെ പല കാര്യങ്ങൾക്കും പ്രോത്സാഹിപ്പിച്ചത്. പക്ഷെ ഒരു കാര്യം, എനിക്കൊരാവശ്യം വന്നാ ദേവിക എനിക്ക് വേണ്ടി നിൽക്കണം. ചെയ്തു കൊടുത്തതിന്റെ പ്രതിഫലമായിട്ടല്ല, അവളുടെ കടമയാ. അത് പ്രതീക്ഷിക്കേണ്ടതാണ്. അതെന്താ CP അങ്ങനെ പറയുന്നേ? ഒരാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം മറക്കുന്നത് രക്ഷപ്പെടുത്തിയ ആളിനെ ആയിരിക്കും. ഇന്നാര് സഹായിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് പറയാൻ പലർക്കും നാണക്കേടായിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞ് ദേവി ഇനിയും വലിയ ആളാകട്ടെ. ഇന്റർവ്യൂലൊക്കെ കേൾക്കാം, മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചിട്ടാണ് എന്നോട് നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞതെന്നൊക്കെ. അരുന്ധതി എന്നൊരാള് ചിത്രത്തിലേ ഉണ്ടാവില്ല. വന്ന വഴി മറക്കുന്നവരുണ്ടാവും CP, പക്ഷെ ദേവികയെ അതിൽ കൂട്ടണ്ട. അതെ,
ദേവിക നല്ല ക്വാളിറ്റി ഉള്ള ഒരാളാ. ഞാൻ എതിർക്കുന്നില്ല, പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ മാഡം പറയും അന്ന് CP പറഞ്ഞത് ശരിയാണെന്ന്. തിരിച്ചായിരിക്കും സി പി ആയിരിക്കും പറയാ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാഡം. മാഡം ദേവിയെ കൂടെ നിർത്തിയതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. പ്രഭാവതിയോട് പകരം വീട്ടാൻ. ഇനിയിപ്പോ അത് നടക്കുവോ? പ്രഭാവതിക്ക് നേരെ മാഡത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കം വന്നാൽ ആദ്യം എതിർക്കുന്നത് ദേവികയായിരിക്കും. ദേവികയല്ല, ഇനി ആരെതിർത്താലും ശരി, എടുത്ത തീരുമാനം നടത്തുക തന്നെ ചെയ്യും. അതിൽ സംശയം വേണ്ടങ്ങളെ. അമ്മ തടഞ്ഞതുകൊണ്ടാ പ്രഭാവതിയെ ഒരിക്കൽ വിട്ടയച്ചത്. മറ്റൊരിക്കൽ പ്ലാനിങ്ങിൽ വന്ന പെശക് കൊണ്ടും അവർ രക്ഷപ്പെട്ടു. മൂന്നാം വട്ടം അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. മാഡം, ഋഷി അവൻ പറഞ്ഞത് സത്യോ CP. പ്രഭാവതി രക്ഷപ്പെടില്ല. അന്ന് ഋഷി അവരുടെ വീട്ടിൽ കുടുങ്ങിയപ്പോ അവരെന്നെ ഫോൺ ചെയ്ത് അവഹേളിച്ചതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഋഷിയുടെ ജീവിതം തകർത്തത് മറക്കാൻ പറ്റൂ? ഇവൻ ഇഷ്ടപ്പെട്ടിരുന്ന ലീന എന്ന പെൺകുട്ടിയോട് ചെയ്തത് മറക്കാൻ പറ്റൂ? പ്രഭാവതിയെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള തീരുമാനം മാറാൻ പോകുന്നില്ല. മരണശിക്ഷയാ ഞാൻ പ്രഭാവതിക്ക് വിധിച്ചിട്ടുള്ളത്. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട. സ്ഥലം MLA ദേവികാനന്ദന അമ്മയോടൊപ്പം ഉള്ളത്. MLA താഴെ വന്നിട്ടുണ്ട്. ഇപ്പൊ വരും കേട്ടോ. ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്തായാലും രക്ഷപ്പെട്ടു. അതെ. മാഡം, സുരേഷേട്ടാ, അവർക്ക് എങ്ങനെയുണ്ട്? ഓർമ്മ കിട്ടിയെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ എത്ര ചോദിച്ചിട്ടും അവരൊന്നും വിട്ടു പറയുന്നില്ല. ആകെ പേടിച്ച് വരണ്ട് കിടക്കുക. അവർക്ക് പരാതി എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞോ? പരാതിയൊന്നുമില്ല, അതുകൊണ്ടല്ലേ പോലീസ് പോയത്. CI മാഡത്തെ വിളിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ അവരെ ഒന്ന് കാണാം. ശരി ശരി ശരി. കണ്ടോളൂ. അമ്മേ, ഞാൻ ദേവിക. അയ്യോ, വേണ്ട, എഴുന്നേക്കണ്ട, കിടന്നു. ഞാൻ പറഞ്ഞില്ലേ MLA ഭർത്താവുക വന്നിരിക്കുന്നത്. അയ്യോ, കിടന്നോളൂ, എഴുന്നേക്കണ്ട. അയ്യോ, എണീക്കണ്ട, കിടന്നോളൂ. എനിക്ക് ഒരു പരാതിയില്ല. എന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ ഈ അപകടം. എന്റെ തെറ്റ് തന്നെയാ. തെറ്റും ശരിയൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്മയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? വീണതിന്റെ ചെറിയൊരു വേദന, പക്ഷെ സാരമില്ല. പേര് രാധാമണി എന്നല്ലേ പറഞ്ഞേ? അതെ സാറേ. അമ്മയുടെ വീട് എവിടെ? കുറച്ച് ദൂരെയാ. സ്ഥലം എവിടെയാ അത് പറയൂ. മോളെ, എനിക്ക് പരാതിയില്ല. അമ്മയ്ക്ക് പരാതിയില്ല, അത് ശരി തന്നെയാ. പക്ഷേ ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. വീട്ടുകാരെ ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ ഏൽപ്പിക്കണം. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇങ്ങനെ മിണ്ടായിരുന്നാലോ? 100 കൂട്ടം തിരക്കുള്ള ആളാ MLA. ചോദിച്ചതിന് മറുപടി പറയണം. വിഷമിക്കണ്ട, പറ, വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെയാ താമസിക്കുന്നേ? മക്കളുടെ ഫോൺ നമ്പർ തന്നാ മതി, ഞങ്ങൾ വിളിച്ച് കാര്യങ്ങൾ പറയാം. ചികിത്സയ്ക്ക് മറ്റുമായിട്ട് ചെറിയൊരു തുകയും ഞങ്ങൾ ഏൽപ്പിക്കാം. മക്കളെവിടെയാ? അമ്മേ, കരയണ്ട. എന്തിനാ കരയുന്നേ?
എനിക്ക് ആരുമില്ല മോളെ, ആരുമില്ല. ഈ ഭൂമിയിൽ ഞാനിപ്പോ ഒറ്റയ്ക്ക. കരയണ്ട, ഞങ്ങൾ വെറുതെ ചോദിച്ചതാ. കരയല്ലേ? കരയണ്ടാട്ടോ. അസുഖം മാറും വരെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവുമേ. അമ്മച്ചി കരയണ്ട, ധൈര്യമായിരിക്കേ. ഇവിടെ MLA ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഹലോ, അതെ, വിളിക്കുന്ന ആരാ? ഓ, മനസ്സിലായി. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ നിങ്ങളുടെ ചാനലിന് ഒരു ഇന്റർവ്യൂ തന്നിരുന്നല്ലോ. കാര്യം പറഞ്ഞു. അങ്ങനെ MLAയുടെയും മന്ത്രിയുടെയും ഒക്കെ വണ്ടി തട്ടുന്നതിൽ ദുരൂഹത എന്താ? എന്റെ പൊന്നു മോനെ, ഇത് തികച്ചും തെറ്റായ ഒരു വാർത്തയാണ്. ഇല്ല, അട്ടിമറിയും കൂടോത്രോ ഒന്നുമല്ല. ശരി, ഫോൺ വെച്ചോ. എന്താമേ? ഒരു ഓൺലൈൻ മീഡിയക്കാരാ MLA ദേവികയുടെ കാറ് മുട്ടിയതിൽ ദുരൂഹതയുണ്ടോന്ന്. ഇനി പറഞ്ഞു പറഞ്ഞ് എന്തൊക്കെയാണാവോ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നേരാ. അമ്മയുടെ കൈകളുണ്ടെന്നൊക്കെ അവര് വാർത്ത ഉണ്ടാക്കും. അമ്മയല്ലായിരുന്നോ ദേവികയുടെ എതിർ സ്ഥാനാർത്ഥി? സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ദിവസം കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഹലോ അമ്മേ. നിങ്ങൾ എവിടെയാ? ഹോസ്പിറ്റലിലെ അമ്മേ. സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം തന്നെ ഇങ്ങനൊരു അപശകുനം നടന്നതിൽ വിഷമമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്ന് വിഷമിപ്പിക്കാൻ പലരും ശ്രമിക്കും. വല്ല പത്രക്കാരോ TV-ക്കാരോ ഒക്കെ വന്നാൽ ന്യായീകരിക്കാൻ നിൽക്കണ്ട. സൗഹൃദത്തോടെ സംസാരിച്ചേക്കണം. അല്ലമ്മേ, അതിപ്പോ ഞാനെന്ത് പറയാനാ? മുൻപൊരു പത്രക്കാരൻ വന്ന് MLA കാറിൽ കയറിയതും ചീറിപ്പായാൻ തുടങ്ങിയല്ലേന്നും പറഞ്ഞ് എന്തൊക്കെയോ ചോദിച്ചു. ആ, അങ്ങനെ പലതും പറഞ്ഞ് പലരും വരും. എന്നിട്ട് അയാളോട് എന്തു പറഞ്ഞു? നന്ദു അയാളോട് എന്തൊക്കെയോ ചൂടായി. ദേ, അബദ്ധം കാണിക്കരുത്. നീ ഇപ്പൊ ഇവിടുത്തെ MLA-യാ. ദേവികയുടെ ആൾക്കാർക്ക് വലിയ പ്രതീക്ഷയാ. തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പദവിയുടെ ശോഭ കെടുത്തരുത്. അറിയാലോ, ഇപ്പൊ നാട് ഭരിക്കുന്നത് സോഷ്യൽ മീഡിയ. കണ്ണ് ചിമ്മുന്നത് വരെ 2 വട്ടം ആലോചിച്ചിട്ട് വേണം. നന്ദന് ഫോൺ കൊടുക്ക. അമ്മയാ. എന്താമേ? ആ സ്ത്രീക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് ആരും ഇല്ലെന്നാ പറയുന്നേ. അനാഥയാണത്രേ. അപ്പൊ ഇതെങ്ങനെ ഒഴിവാക്കും? ഇവിടെ പാർട്ടിക്കാരുണ്ട്. അവരോട് പറഞ്ഞേൽപ്പിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരാം. വേണ്ട, അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ അപകടത്തിന്റെ ക്ഷീണം മാറ്റാൻ ഒരു മാർഗമുണ്ട്. എന്താമേ? ആരോരും ഇല്ലാത്ത അവരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഏയ്, എന്തിന്? ഒരു അനാഥ സ്ത്രീയോടുള്ള MLA-യുടെ കരുണ. അങ്ങനെ പത്രത്തിലൊക്കെ വരട്ടടാ. കുറെ ദിവസം ഇവിടെ നിർത്തി ശുശ്രൂഷിക്കാം. ഒരു നല്ല ഇമേജ് കിട്ടും ദേവികയ്ക്ക്. അത് ബുദ്ധിമുട്ടാവില്ലേ അമ്മേ? അല്പം ബുദ്ധിമുട്ടായാലും വലിയ നേട്ടം ഉണ്ടാവും. നീ ഫോൺ ദേവികയ്ക്ക് കൊടു. ആ, ദേവി. അമ്മേ, ഇപ്പൊ പത്രക്കാർ വന്നാ നീ പറയേണ്ടത് ആ സ്ത്രീയെ നീയായിട്ട് ഏറ്റെടുക്കുന്നു എന്നാ. അമ്മേ, എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞു തരാം.
ആ ശരി, എന്നാ വച്ചേക്ക്. ആ സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മേഡം പറഞ്ഞത് ഗുണം ചെയ്യും. ശരിക്കും ദേവികയെ മേഡം സ്നേഹിച്ചു തുടങ്ങിയതിന്റെ പ്രതികരണമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇത്രയും കാലം ദേവികയെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുകയായിരുന്നല്ലോ പ്രഭാവതി. കുടുംബത്തിൽ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു ദേവികയെ കണ്ണീര് കുടിപ്പിച്ചത്? അതിനും മേലെയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത്. പ്രഭാവതി തോറ്റു കഴിഞ്ഞപ്പോ പക കൂടുമെന്ന ഞാൻ കരുതിയത്. പക്ഷെ പെട്ടെന്നൊരു സ്നേഹം വന്നിരിക്കുന്നു. ഇതിന്റെ പിറകിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഒരു ലക്ഷ്യമുണ്ട്. ഇനിയെങ്കിലും കുടുംബം നേരെ പോകണമെന്നുള്ള ലക്ഷ്യം. ആ ഒരു തീരുമാനത്തിലാ മേഡം. അതുമല്ല, മേഡം അടിസ്ഥാനപരമായിട്ട് നന്മയുള്ള ആളാ. സാഹചര്യങ്ങൾ പിടിവാശിക്കാരിയാക്കിയതാ. രജനിക്ക് പക്ഷേ ദേവികയോട് ഇപ്പോഴും ചെറിയ പരിഭവമുണ്ട്. അത് പിന്നെ അങ്ങനെയല്ല അമ്മേ. ഒരു കുടുംബമാകുമ്പോ ഇണക്കവും പിണക്കമൊക്കെ മാറി മറിഞ്ഞും വരും. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം വരാറില്ലേ? ചിലപ്പോൾ അമ്മയോട് ഞാൻ ദേഷ്യപ്പെടാറില്ലേ? അതുപോലെ തന്നെ എല്ലാവർക്കും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റില്ല. അപ്പുറത്തെ വീട്ടിലെ പ്രശ്നങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. നീ പറയുന്ന കേട്ടാ തോന്നും ചന്ദ്രത്ത് വഴക്ക് വേണമെന്ന എന്റെ ആഗ്രഹമെന്ന്. അയ്യോ, എന്റെ മോന്റെ ഭാര്യയുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. ഞാൻ അമ്മയെ വിഷമിപ്പിച്ചതല്ല. പിണക്കങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞതാ. രാധാമണിയമ്മയുടെ കഥ കേട്ടപ്പോ വലിയ വിഷമം തോന്നുന്നു. പോകാനൊരു സ്ഥലമില്ലാന്ന് വിഷമിക്കണ്ട. തൽക്കാലം ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാം. ഇങ്ങനെ നല്ല ആൾക്കാര് നാട്ടിലുണ്ടല്ലോ. പക്ഷെ മക്കളെ, ഞാൻ വരില്ല. എനിക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ. ഇപ്പൊ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു. ഇനി വേണ്ട, നിങ്ങൾ പൊയ്ക്കോ. അയ്യോ, ഇങ്ങനെ വാശി പിടിക്കാതിരിക്കോ. വാശി കാണിക്കുകയാണെന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി മറ്റാരും വിഷമിക്കാനോ ബുദ്ധിമുട്ടാനോ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് എന്നെ വിളിക്കുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ വന്ന വീട്ടുകാർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടുവോ? അവര് നിങ്ങളെ വഴക്ക് പറയും. എന്നാ കേട്ടോ, എന്റെ അമ്മയെ പറയുന്നേ, രാധാമണി അമ്മയെ വീട്ടിൽ കൊണ്ട് ചെല്ലാൻ. സത്യമാണോ മോനെ? അതെ, ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചാ ഈ തീരുമാനം എടുത്തത്. ഇനി ഞാൻ എന്തു പറയാനാ? ഇത്രയും സ്നേഹത്തോടെ നിങ്ങൾ പറയുമ്പോ തട്ടിക്കളഞ്ഞ ദൈവം പൊറുക്കില്ല. ഞാൻ വരാം. എന്റെ നന്ദി ജീവിത അവസാനം വരെ ഉണ്ടാവും. കരയണ്ട. എന്തിനാ കരയുന്ന? സന്തോഷം കൊണ്ട്. അമ്മേ, അച്ഛനാ വന്നേ. ആ, ചടങ്ങ് ടി വി കണ്ടിരുന്നില്ലേ മോളെ? ലളിതവും സുന്ദരവുമായിരുന്നു. പ്രഭ, ദേവികന് നമ്മുടെ മരുമോള് മാത്രമല്ല, പ്രത്യേക അവകാശങ്ങളോടുകൂടിയ ആളാ. രാവിലത്തെ അപകടത്തിലൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ഫോൺ വിളിച്ചതാ. തിരക്കിലായതുകൊണ്ട് പറയാൻ പറ്റിയില്ല. എന്താ പ്രഭ? ആ സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിക്കുക. ഏത് സ്ത്രീയെ? കാറിടിച്ച് പരിക്ക് പറ്റിയ ആ സ്ത്രീയെ. ആരോഗ്യം തിരിച്ചു കിട്ടുന്നത് വരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ശുശ്രൂഷിക്കാന്ന് വിചാരിച്ചു. അതിനെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? നമ്മുടെ തെറ്റുകൊണ്ടുണ്ടായ അപകടമല്ലേ. അപ്പൊ അതിന്റെ ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി. അതിന് ചെയ്യേണ്ടതൊക്കെ ചെയ്തില്ലേ? അവർക്ക് നല്ല ചികിത്സ കൊടുത്തു, ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഇനി കേസാക്കണമെങ്കിൽ അതും ആവാലോ. അല്ല, അവർക്ക് മറ്റാരും ഇല്ലാന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ടല്ലോ.
സാമൂഹിക സംഘടനകളുണ്ട്, അവരോട് ഞാൻ ബന്ധപ്പെടാം. വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അച്ഛാ, കാര്യം എന്താന്ന് വെച്ചാ അമ്മ ദേവികയോടും നന്ദനോടും വിളിച്ചു പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നു. സിദ്ധു ക്ഷമിക്കണം. സിദ്ധു വന്ന് സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ട് തീരുമാനിക്കാമെന്നാ ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ ഓരോന്ന് ആലോചിച്ചപ്പോ മനസ്സിനൊരാധിയായി. ജനം മുഴുവൻ ദേവികയെ കുറ്റപ്പെടുത്തുമെന്നുള്ളൊരു തോന്നൽ വന്നു.